PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി രണ്ടാമത്തെ സ്റ്റേജ് പ്രിലിംസ് ആയിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അപ്പം നമ്മൾ ഇതിൻ്റെ ഡിസ്കഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ഡിസ്കഷന് ശേഷം ആൻസർ കീ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. സ്കോർ PSCയുടെ ടെലിഗ്രാം ചാനലുണ്ട്. കഴിഞ്ഞ ഓണത്തെയും നമ്മൾ അന്ന് തന്നെ ഇട്ടിരുന്നു, ആൻസർ കീ ഇട്ടിരുന്നു. നിങ്ങൾ ആൻസർ കീ നോക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് PSCയുടെ കീ വന്നെങ്കിൽ പോലും നമ്മുടെ കീ നോക്കാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ തവണത്തെ കീ ആണെങ്കിൽ പോലും ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ചധികം ചോദ്യങ്ങൾ PSC ആൻസർ കീയിൽ എറർ ഉണ്ട്, പ്രൊവിഷണൽ കീയിൽ. അപ്പം നമ്മൾ മാക്സിമം നോക്കി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, കീയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കീ നോക്കാൻ ശ്രമിക്കുക. സ്കോർ PSCയുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് പറയുന്നത്. കോഡ് എയിലാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. കാരണം മലയാളത്തിൽ എറർ ഉണ്ടെങ്കിലും അറിയാമല്ലോ, ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ക്യാൻസൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൽ ഉത്തരമില്ല. കാരണം ഇതിൽ ചോദിച്ചേക്കുന്നത് പോർച്ചുഗീസ് പവർ ഇൻ കേരളനെ പറ്റിയാണ്. ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ കേരള വെർ എസ്റ്റാബ്ലിഷ് ബൈ പോർച്ചുഗീസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇത് കഴിഞ്ഞ തവണത്തെ ഫസ്റ്റ് ഫേസിലും ചോദിച്ചതാണ്. അത് 8021 ബെഞ്ചമിൻ ബെയ്ലി CMS പ്രസ് കോട്ടയത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. 2 only എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ക്യാൻസൽ ചെയ്യേണ്ടി വരും. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഡി ആൽമേഡ വാസ് ദ ലാസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി അല്ല, ആദ്യത്തെ പോർച്ചുഗീസിന്റെ വൈസ്രോയി ആണ് ആൽമേഡ. ഫ്രാൻസിസ്കോ ഡി ആൽമേഡ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസിന്റെ ആദ്യത്തെ വൈസ്രോയി ആണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വാസ്കോ ഡി ഗാമ ഡൈഡ് അറ്റ് കൊച്ചിൻ ഇൻ 5024 ആൻഡ് ഹിസ് ബോഡി വാസ് ഇൻഫേർഡ് ടെമ്പറലി ഇൻ ചർച്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. 5024 തൊട്ട് 5039 വരെ വാസ്കോ ഡി ഗാമയുടെ ബോഡി അവിടെ തന്നെയായിരുന്നു. 5039 അത് ലിസ്ബൺ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. പക്ഷേ 1ഉം 3ഉം തെറ്റായതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ ഉത്തരമില്ല. ഈ ചോദ്യം ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം സിമ്പിൾ ആണ്. ആദിഭാഷ ഇൻ ദ ഫീൽഡ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എഴുതിയതാണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ചട്ടമ്പി സ്വാമികളാണ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. അപ്പം ഈ ചോദ്യം ഇല്ല എന്നും കൂടി ഓർക്കുക. ഈ ചോദ്യം ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ചട്ടമ്പി സ്വാമികളാണ് ആദ്യ ഭാഷ എഴുതിയെന്ന് ഓർക്കുക. നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ ചട്ടമ്പി സ്വാമികൾ, പ്രാചീന മലയാളം ആദിഭാഷ, ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ വർക്കാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് വീണ്ടും ഡെലനോയിനെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്, ഡച്ചുകാരെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെലനോയി വാസ് അപ്പോയിന്റഡ് ആസ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ട്രാവൻകൂർ ഫോഴ്സസ് ബൈ മാർത്താണ്ഡവർമ്മ. കറക്റ്റ് ആണല്ലേ? ശരിക്കും കുളച്ചൽ യുദ്ധം 1741 കഴിഞ്ഞു. അതിനുശേഷം ഡെലനോയിനെ മാർത്താണ്ഡവർമ്മ അങ്ങോട്ട് കൊണ്ടുപോവാണ്, അനിരേന്ദ്രനാഥ് മാർത്താണ്ഡവർമ്മ. അങ്ങനെ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ ഓഫ് 1865 വാസ് ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ആയില്യം തിരുനാൾ. കറക്റ്റ് ആണ്. ആയില്യം തിരുനാളായിരുന്നു ആ സമയത്ത് രാജാവ്. ടി മാധവറാവു ആയിരുന്നു ദിവാൻ. നമ്മൾ എപ്പോഴും പറയുന്നതാണ്. കഴിഞ്ഞ പ്രിലിംസിലും പണ്ടാര പ്രൊക്ലമേഷനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ CP രാമസ്വാമി അയ്യർ വാസ് ദിവാൻ ഓഫ് ട്രാവൻകൂർ വെൻ ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് മെയ്ഡ് ഇൻ 1936. കറക്റ്റ് ആണ്. കാരണം 1936 നവംബർ 12 നമ്മൾ ക്ഷേത്ര പ്രവേശന വിളംബരം വരുന്നത്. അത് ശരിക്കും ചിത്രീകരണ ബാലരാമവർമ്മയായിരുന്നു ആ സമയത്ത് രാജാവ്. ആ സമയത്ത് ദിവാൻ എന്ന് പറഞ്ഞാൽ CP രാമസ്വാമി അയ്യർ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 3 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, ഓൾ ഓഫ് ദ എബോവ് ആണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോട്ട് കറക്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കാതെ. അപ്പം ഇതിൽ അങ്ങനെ ട്വിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഓഫ് ദ എബോവ് ആണ് ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹു അമംഗ് ദ ഫോളോയിങ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് ജെസ്യൂട്ട് മിഷൻ ദാറ്റ് വിസിറ്റഡ് അക്ബേഴ്സ് കോർട്ട് ഇൻ 1518? ഓക്കെ, ഇതിൽ ഈ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം റുഡോൾഫ് അക്യുവേബ. പുള്ളിയായിരുന്നു അത് ലീഡ് ചെയ്തത്. റുഡോൾഫ് അക്യുവേബയും ആന്റോണി മോൺസെറാറ്റും. അതായത് അപ്പം തന്നെ 2ഉം 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് റുഡോൾഫ് അക്യുവേബയും ആന്റോണി മോൺസെറാറ്റ് 3 പേരായിരുന്നു പ്രധാനമായിട്ടും ഫസ്റ്റ് ജെസ്യൂട്ട് മിഷന്റെ അകത്ത് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് ഓർക്കുക. ഇത് 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ എ ആണ് കോഡ് എന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് ഇൻ ദി ഇന്റീരിയർ ഗവൺമെന്റ് ഓഫ് 1946 ഹു വാസ് അസൈൻഡ് ദ പോർട്ട്ഫോളിയോ ഓഫ് എഡ്യൂക്കേഷൻ പോർട്ട്ഫോളിയോ കയ്യിൽ. അതായത് നമുക്കറിയാം, ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1946 സെപ്റ്റംബർ 2 വന്നതാണത്. 1947 ഓഗസ്റ്റ് 15 വരെ നമുക്ക് ഇന്ത്യ ഒരു ഡൊമിനിയൻ ആവുന്നിടം വരെ ഇതായിരുന്നു നിലനിന്നിരുന്നത്. അതിപ്പം അതിൽ എഡ്യൂക്കേഷൻ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്തത് ആരാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ചക്രവർത്തി രാജഗോപാലാചാരി എന്ന് പറയുന്ന സി രാജഗോപാലാചാരി ആണെന്ന് ഓർക്കുക. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. സി രാജഗോപാലാചാരിയാണ്. അപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പം
ഫസ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റ് ചോദിച്ചല്ലോ, ഇത് ചിലർക്ക് മാറിപ്പോകും. ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാന്ന് വെച്ചാൽ മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു അല്ലേ? അതല്ല, മൗലാന അബുൽ കലാം ആസാദ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഫോം ചെയ്തപ്പോഴായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അതുകൊണ്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് നവംബർ 11 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെന്റ് എന്നാണ്, വാക്ക് ശ്രദ്ധിക്കണം. ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് 1946 ആണ്. അത് ശരിക്കും ഒരു വർഷം മാത്രം തുടർന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിൽ സി രാജഗോപാലാചാരി ആയിരുന്നു പോർട്ട്ഫോളിയോ ഓഫ് എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്തതെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് ഏകാ മൂവ്മെന്റ് ഓഫ് 19, നല്ലൊരു ചോദ്യമായിരുന്നു. ഏകാ മൂവ്മെന്റ് ഓഫ് 1922 ഹാപ്പൻഡ്. ഇത് മദാരി പാസി എന്ന് പറഞ്ഞ വ്യക്തി നേതൃത്വം കൊടുത്തൊരു മൂവ്മെന്റ് ആയിരുന്നു. ഉത്തർപ്രദേശിലായിരുന്നു. ഓപ്ഷൻ 6ന്റെ ഉത്തരം ബി ആണെന്ന് ഓർക്കുക. ഉത്തർപ്രദേശാണ് മദാരി പാസി എന്ന ഒരു വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു. ഇത് ഗാന്ധിയൊക്കെ ശരിക്കും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സമയത്ത് നടന്നൊരു സംഭവമാണ് ഏകാ മൂവ്മെന്റ് എന്ന് പറയുന്നത്. മദാരി പാസി എന്ന വ്യക്തി നേതൃത്വം കൊടുത്തതാണ്. അത് ഉത്തർപ്രദേശിലാണ് നടന്നതെന്ന് ഓർക്കുക. ഓപ്ഷൻ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇതുവരെയും പറഞ്ഞതിൽ ഒരു ചോദ്യം മാത്രമാണ് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അത് ക്യാൻസൽ ചെയ്യാൻ എന്തായാലും. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യമാണ്. ഹു ഫോർമുലേറ്റഡ് ദ ഡീറ്റെയിൽഡ് നാഷണൽ സ്കീം ഫോർ ബേസിക് എഡ്യൂക്കേഷൻ? അതായത് നൈത്തലീം. നൈത്തലീം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ വാർത്ത അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതിൽ ഫോർമുലേറ്റ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ സക്കീർ ഹുസൈൻ ആണെന്ന് ഓർക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സക്കീർ ഹുസൈൻ ആണ്. ഇതും നല്ലൊരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം, സക്കീർ ഹുസൈൻ ആണ് ഇതിന്റെ ഉത്തരം എന്ന് ഓർക്കുക. നൈത്തലീം ഗാന്ധിയുടെ ഒരു ഇതായിരുന്നു അല്ലേ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പം അത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് ഓർക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. എ ഫേമസ് ഹിസ്റ്റോറിക്കൽ സയന്റിഫിക് വർക്ക് തബാഖത്ത് അൽ ഉമാം വാസ് റിട്ടൺ ബൈ ആരാന്നാണ് ചോദിച്ചത്. ഇത് ഓപ്ഷൻ സി ആണ്, ഖ്വാദി അന്തലൂസി. അതാണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം എന്ന് ഓർക്കുക. 8ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 8ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ചെറിയൊരു കൺഫ്യൂഷൻ വരും. കാരണം വിച്ച് ഇവന്റ് ഈസ് റിഗാർഡഡ് ആസ് എ മേജർ ഫാക്ടർ ഇൻ ദ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി ഇൻ ദ 19th സെഞ്ചുറി എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഫ്രാങ്കോ പ്രിയേഷൻ വാർ ആണ് റീസൺ എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് വന്നതാണ് പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. 1871 വന്നതാണ് അല്ലേ? അപ്പം ഇതിൽ ഉത്തരം ശരിക്കും ഫ്രാങ്കോ പ്രിയേഷൻ വാർ തന്നെയാണ് വരേണ്ടത്. അപ്പം ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം. ഓക്കെ, ബി വരാൻ ചാൻസ് ഇല്ല. എ തന്നെ ആയിരിക്കും വരുന്നത്. ഫ്രാങ്കോ പ്രിയേഷൻ വാർ ആയിരിക്കും. ഇനി അടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ദ പാരീസ് കമ്മ്യൂൺ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1871 1871 പാരീസ് കമ്മ്യൂൺ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 10ാമത്തെ ചോദ്യമായിരുന്നു. അത് 1871 ആണെന്ന് ഓർക്കുക. 10ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം, ഇന്നർ കോർ ഓഫ് ദി എർത്ത് ഈസ് കമ്പോസ്ഡ് ഓഫ്. എന്തൊക്കെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നൈഫ് ആണ് അല്ലേ, നിക്കലും ഫെറോസും, അതായത് നിക്കലും അയണൊക്കെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. 11ന്റെ ഇന്നർ കോർ ഓഫ് ദി എർത്ത് ഈസ് കമ്പോസ്ഡ് ഓഫ് ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഈ എർത്തിന്റെ കോറും അതുപോലത്തെ നമ്മുടെ ഡിസ്കണ്ടിന്യൂറ്റീസ് ഒക്കെ ചോദിക്കുന്നതാണ്. ആ ഏരിയാസ് ഒക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഗ്യാസസ് ഇൻഡ്യൂസസ് ഗ്ലോബൽ വാർമിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ തന്നിട്ടില്ല. ഇവിടെ മീഥെയിൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ്, മീഥെയിൻ ആണ്. 12ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, മീഥെയിൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ടോപ്പോഗ്രാഫിക് മാപ്പ് റിലീഫ് ഫീച്ചേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ. ഇതും കോണ്ടൂർ ലൈൻസും PSCയുടെ ഒരു ഫേവറേറ്റ് ഇതാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ടോപ്പോഗ്രാഫിക് മാപ്പ് റിലീഫ് ഫീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കോണ്ടൂർസ് വഴിയാണെന്ന് ഓർക്കുക. ഓപ്ഷൻ ഡി ആണ്. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഈസ്റ്റേൺ റെയിൽവേ ആണ്. റെയിൽവേ സോൺസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ഇപ്പം വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേ സോൺസ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ആയിരുന്നു. അപ്പം ഈസ്റ്റേൺ റെയിൽവേയുടെ ഇതിലിപ്പോൾ നിങ്ങൾ ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗുവാഹട്ടി ഈസ്റ്റേൺ സൈഡിൽ തന്നെയാണ്. എല്ലാം തന്നെ ഈസ്റ്റേൺ ആണ്. അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതറിയാമെങ്കിൽ കിട്ടും. അത് കൊൽക്കത്ത ഉത്തരം. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഈസ്റ്റേൺ റെയിൽവേ അല്ലാതെ നമ്മളിപ്പോൾ ഈസ്റ്റേൺ ചോദിച്ചിട്ട് വെസ്റ്റിലുള്ള സ്ഥലമൊന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പം വർക്കൗട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം കൊൽക്കത്തയാണ് ഉത്തരം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഈസ്റ്റേൺ റെയിൽവേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലാണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ലയൺ ടെയിൽഡ് മക്ക എന്തേ സിംഹവാലൻ കുരങ്ങല്ലേ, എൻഡേഞ്ചേർഡ് സ്റ്റാറ്റസ് ഉള്ളതാണ്. ഓൾഡ് വേൾഡ് മങ്കി ആണല്ലേ. ഇത് എവിടെയാണ് ഈ പ്രൊട്ടക്റ്റഡ് സ്പീഷീസിനെ കാണുന്നത്? ഇപ്പം ഇത് റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പം നീലഗിരി താറ് ഇരവികുളം നാഷണൽ പാർക്കാണ്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് അല്ലേ, 1978 വന്നതാണ്. അതുപോലെ ലയൺ ടെയിൽഡ് മക്ക എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ്, പാലക്കാടാണ്. കേരളത്തിൽ 6 നാഷണൽ പാർക്ക് ഉള്ളതിൽ 5 ഇടുക്കിയിലാണ്, ഒരെണ്ണം മാത്രമാണ് വേറൊരു ജില്ലയിലുള്ളത്, പാലക്കാടാണ്. അത് സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. ഇപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ലയൺ ടെയിലിന്റെ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണെന്ന് ഓർക്കുക. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. ഓക്കെ, ഇനി അടുത്തത് ആത്മനിർഭർ ഭാരതിനെ പറ്റിയാണ്. ഇത് ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ എയിംസ് ടു എന്താണ് ചോദിച്ചിരിക്കുന്നത്? റിഡ്യൂസ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി. അത് എന്തായാലും ഉണ്ടല്ലേ. ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയാണ് ശരിക്കും ആത്മനിർഭർ ഭാരത് വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നു എംഫേസസ് ഫാസ്റ്റ്
ടെക്നോളജി അഡോപ്ഷൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്. ആത്മനിർഭർ ഭാരതിന്റെ ഒരു ഇത് തന്നെയാണ് അത്. ഓക്കെ, അടുത്ത് സ്ട്രെങ്തൻഡ് അഗ്രികൾച്ചർ ആൻഡ് അലീഡ് സെക്ടർ. അഗ്രികൾച്ചറും ഉണ്ട്, എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദി എബോവ് എല്ലാം ഇതിൻ്റെ അകത്ത് വരും. ഓപ്ഷൻ 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണെന്ന് ഓർക്കുക. ഓൾ ഓഫ് ദി എബോവ് ആണ് 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത് വിച്ച് മെഷർ ഓഫ് മണി സ്റ്റോക്ക് റെപ്രസെന്റ് ഹയസ്റ്റ് ഫോം ഓഫ് ലിക്വിഡിറ്റി ഉള്ളത് M1 തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹയസ്റ്റ് ഫോം ഓഫ് ലിക്വിഡിറ്റി ഉള്ളത് ഓപ്ഷൻ എ തന്നെയാണെന്ന് ഓർക്കുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഹയസ്റ്റ് ഫോം ഓഫ് ലിക്വിഡിറ്റി ഉള്ളത്. അടുത്ത് ദ എക്സസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഓവർ ദ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് കോൾഡ്. ഏതാണ്? പ്രൈമറി ഡെഫിസിറ്റ് ആണ്. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രൈമറി ഡെഫിസിറ്റ് ആണ്. എക്സസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഓവർ ദ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈമറി ഡെഫിസിറ്റ് ആണെന്ന് ഓർക്കുക. ഓപ്ഷൻ സി ആണ്. അടുത്ത് സെക്കൻഡ് 5-year പ്ലാൻ ബേസ്ഡ് ഓൺ മഹലനോബിസ് മോഡൽ എംഫൈസസ് ദാറ്റ്. ഇത് 5-year പ്ലാൻ ഇത് കഴിഞ്ഞു. 5-year പ്ലാൻ 12 5-year പ്ലാൻ ഇന്ത്യയിൽ കഴിഞ്ഞു അല്ലേ. എങ്കിലും PSC ഇതിൽ നിന്ന് വിട്ടൊരു കളിയില്ല. എപ്പോഴും 5-year പ്ലാൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണയും ചോദിച്ചായിരുന്നു അല്ലേ, മഹലനോബിസ് പ്ലാനിനെ പറ്റി ചോദിച്ചു. ഇത്തവണ സെക്കൻഡ് 5-year പ്ലാൻ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു അല്ലേ. ഹരോദ് റോമർ മോഡൽ ആയിരുന്നു. 1951 to 56 പീരീഡ് ആയിരുന്നു അല്ലേ. സെക്കൻഡ് 5-year പ്ലാൻ ആരായിരുന്നു? ആരുടെ പീരീഡിലാണ്? PC മഹലനോബിസ് ആയിരുന്നു. മഹലനോബിസിന്റെ ഇതായിരുന്നു. അതിൽ ഫോക്കസ് ചെയ്തേക്കുന്നത് ഹെവി ഇൻഡസ്ട്രീസ് ആയിരുന്നു അല്ലേ. ഇൻഡസ്ട്രീസ് ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ്. The focus should be on the growth of heavy industries ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നോക്കുക, അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലാണ് കണ്ടോ. അഗ്രികൾച്ചർ അല്ല, എയും ബി ഒന്നും വരത്തില്ല, സി ആണ്. ഇവിടെ ബി സി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബി വരില്ലാത്തതുകൊണ്ട് ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം. അപ്പം 19ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണെന്ന് ഓർക്കാം. ഓക്കെ, ദ ഫോക്കസ് ഷുഡ് ബി ഓൺ ദ ഗ്രോത്ത് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്. അത് ഓരോന്നും നിങ്ങൾ 5-year പ്ലാൻ പഠിക്കുമ്പോൾ അത് ഓർക്കും. അപ്പോൾ ഗാഡ്ഗിൽ യോജന ഉണ്ടല്ലേ. ഗാഡ്ഗിൽ യോജന എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് 5-year പ്ലാൻ അല്ലേ. ഇപ്പോൾ ഗരീബി ഹട്ടാവോ ഉണ്ട്. ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുക ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. അത് 5th 5-year പ്ലാനിലാണ്. അപ്പം ഓരോ 5-year പ്ലാനിന്റെ തീമും അത് പഠിക്കുക. അത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണത്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ എക്കോണമി ആണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ട്രൂ ആണ്, ട്രൂ അല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ചോദ്യം നോട്ട് ട്രൂ എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അഗ്രികൾച്ചറൽ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ട് നിയർലി 1/5 ഓഫ് ഇന്ത്യസ് നാഷണൽ ഇൻകം മറ്റ് കറണ്ട് പ്രൈസസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണല്ലേ. ഏകദേശം 18% അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടല്ലേ. അഗ്രികൾച്ചറിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ. പിന്നെ അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് അക്കൗണ്ട് ഫോർ ലെസ് ദാൻ 50% ഓഫ് ദ കൺട്രീസ് സപ്പോസ്. കറക്റ്റ് ആണ്. ഏകദേശം 48% അടുത്താണ് അഗ്രികൾച്ചറിന്റെ ഫോഴ്സ് വരുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഈ ചോദ്യത്തിലെ ഒരു സംഭവം ശ്രദ്ധിച്ചത്. ഞാൻ ട്രൂ എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നോട്ട് ട്രൂ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ടും ശരിയാണല്ലേ, രണ്ടും ശരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഏതാണ് ഉത്തരം വരാൻ ചാൻസ് ഉള്ളത്? അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. രണ്ടും നോട്ട് ട്രൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. നൺ ഓഫ് ദ എബോവ് എന്നില്ല, രണ്ട് ശരിയാണ്. അപ്പോൾ ഈ ചോദ്യവും ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. നോട്ട് ട്രൂ. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പം ട്രൂ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ട്രൂ ആയത് എയും ബിയും ട്രൂ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ചോദ്യവും കൺഫ്യൂഷൻ ഉള്ള ചോദ്യമാണ്. കാരണം ഓപ്ഷൻ ഉത്തരം ഇതിനകത്ത് പറയാൻ സാധിക്കത്തില്ല. ഉത്തരം കാരണം ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്ത് ട്രൂ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഡി എന്ന് പറയായിരുന്നു. ഓപ്ഷൻ എ ആൻഡ് ബി എന്ന് പറയായിരുന്നു. കാരണം രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി ലെസ് ദാൻ 50% എന്നാണ് പറഞ്ഞത്. ഏകദേശം 48% വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കോൺട്രിബ്യൂട്ട് 1/5 എന്ന് പറയുന്നത് അത് രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പം ഇതിലൊരു ഉത്തരം നെഗറ്റീവ് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഒരു ചാൻസ് കറണ്ട് പ്രൈസസ് എന്ന് പറഞ്ഞുകൊണ്ട് സിയിലേക്ക് വേണമെങ്കിൽ എങ്കിൽ പോലും ഇല്ല. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് പോകാം. വിച്ച് റോൾ ഓഫ് ദി എക്സിക്യൂട്ടീവ് ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് ലെജിസ്ലേറ്റീവ് ഇൻറ്റു ഓപ്പറേഷണൽ പോളിസി. ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് പോളിസി എക്സിക്യൂഷൻ ആണല്ലേ. പോളിസി എക്സിക്യൂഷൻ ആണ്. റോൾ ഓഫ് എക്സിക്യൂട്ടീവ് ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് ലെജിസ്ലേറ്റീവ് ഇൻറ്റു ഓപ്പറേഷണൽ പോളിസി എന്ന് പറയുന്നത് പോളിസി എക്സിക്യൂഷൻ ആണ്. അതായത് ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. 21 ഓപ്ഷൻ ബി ആണ്. അപ്പം നമ്മളിപ്പോൾ ഈ ഇതുവരെ 21 ചോദ്യത്തിൽ പറഞ്ഞതിൽ 2 ചോദ്യമാണ് ഇപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉള്ള ചോദ്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വിച്ച് ഫീച്ചർ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രെയിംവർക്ക് മോസ്റ്റ് സ്ട്രെങ്തൻ സിറ്റിസൺസ് ഓവർ സൈറ്റ് ഓഫ് പബ്ലിക് അതോറിറ്റി. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമല്ലേ. ഇതിൽ ചോദിച്ചു എക്സ്ക്ലൂസീവ് ജുഡീഷ്യൽ ഹാൻഡ്ലിംഗ് ഓഫ് ഇൻഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഒക്കെ ആയിരിക്കും? അല്ല. അതുപോലെ കംപ്ലീറ്റ് എക്സംഷൻ ആണോ? അല്ല. പ്രയർ ഗവൺമെന്റ് അപ്രൂവൽ ബിഫോർ ഫയലിംഗ് ആപ്ലിക്കേഷൻ അങ്ങനെയൊന്നുമില്ല. ഇതിലാകെ വരാൻ ചാൻസ് ഉള്ളത് എ മാത്രമാണ്. മാൻഡേറ്ററി പ്രൊയാക്റ്റീവ് ഡിസ്ക്ലോഷർ ഓഫ് കീ ഇൻഫർമേഷൻ ആണ് ഇതിൽ ഈ ഓപ്ഷനിൽ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 22 ഓപ്ഷൻ എ ആണെന്ന് ഓർക്കുക. 22ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി 23ാമത്തെ ചോദ്യമാണ്. വിച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ പ്രൈമർലി മോണിറ്റേഴ്സ് കംപ്ലൈൻറ്റ്സ് വിത്ത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതാ? WHO ആണോ? അല്ല. WHO എന്ന് പറഞ്ഞാൽ 1948 ഏപ്രിൽ 7 ഫോം ചെയ്തതാണ്. അത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. പിന്നെ ICJ ആണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതും ഹ്യൂമൻ റൈറ്റ്സ് അങ്ങനെയൊന്നും പറയുന്നില്ല. പിന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ജനീവ സ്വിറ്റ്സർലൻഡ് ആണ്. അതും അല്ല. ഇതിൽ ഉത്തരം യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ആണ്. UNHRC ആണ്. ഓപ്ഷൻ ഡി ആണ് 23ന്റെ ഉത്തരം. ഇതൊക്കെ ഡയറക്റ്റ്
ഡയറക്റ്റ് ആണ്, ഇതിലൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ്, അതായത് പ്രസന്റ്ലി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ശരിക്കും നമുക്ക് 1986 ഒരു ആക്ട് ഉണ്ടായിരുന്നു അല്ലേ, അതിനുശേഷം അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് 2019 ഒരു ആക്ട് വന്നു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് എയിംസ് ടു പ്രൈമർലി കറക്റ്റ് വിച്ച് മാർക്കറ്റ് ഫെയിലിയർ ആണ് അതിൽ കറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻഫർമേഷൻ അസിമെട്രി ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ പെർഫെക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക, ഇൻഫർമേഷൻ അസിമെട്രി ആണ്. ഓക്കെ, ഇനി 25ാമത്തെ ചോദ്യമാണ്, വൈ ഈസ് ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി ക്രൂഷ്യൽ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്. അത് എക്സിക്യൂട്ടീവ് ഇന്റർഫറൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. 25ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇറ്റ് പ്രിവെന്റ്സ് എക്സിക്യൂട്ടീവ് ഇന്റർഫറൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് 25ന്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, ഇനി 26, കേരള സ്റ്റേറ്റ് ബജറ്റ് 2026-27 ഇൻട്രൊഡ്യൂസ് എ മന്ത്ലി ഗ്രാൻഡ് ഓഫ് റുപ്പീസ് 1000 ടു വിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഫ്രം നവംബർ 2025. ഇത് നമ്മൾ വാർത്തയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. കുടുംബശ്രീ ആണല്ലേ, കുടുംബശ്രീ എന്നാണ് വന്നത് 1997-98 മെയ് 17 വന്നതുകൊണ്ട് മെയ് 17 നമ്മൾ കുടുംബശ്രീ ദിനമായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ. ഓക്കെ, അപ്പം കുടുംബശ്രീക്കാണ് 1000 ഗ്രാൻഡ് കേരള സ്റ്റേറ്റ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ഓർക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 26ന്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ഓക്കെ, 26ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി ഇത് ഒരിക്കലും ചോദിക്കാത്തതാണ്. സാധാരണ ഫിനാൻസ് സെക്രട്ടറി, അത് ഹോം സെക്രട്ടറി ഒക്കെ ചോദിക്കുന്നതാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് മൈൻഡ് സെക്രട്ടറിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. മൈൻഡ് സെക്രട്ടറി ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 25. ഇതൊരു നല്ലൊരു സംഭവമാണ്. കാരണം ഒരു പൊസിഷൻ ചോദിക്കുമ്പോൾ അപ്പോയിന്റ് ചെയ്ത മന്ത് ചോദിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പം ഒരു കൺഫ്യൂഷൻ നമുക്ക് വരത്തില്ല. അതായത് ക്വസ്റ്റ്യൻ ഇട്ടതിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് വന്നാലും നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല. ഇവിടെ സെപ്റ്റംബർ 2025 ആണ്. ഇവിടെ ഒരു ചതിയുണ്ട്. നമ്മൾ ഓർക്കും പീയൂഷ് ഗോയൽ മന്ത്രിയാണല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷേ ഇതിന്റെ ഉത്തരം പീയൂഷ് ഗോയൽ ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ഹു വാസ് അപ്പോയിന്റഡ് ആസ് മൈൻഡ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ഇൻ സെപ്റ്റംബർ 20. ഇത് റാൻഡം ആയിട്ട് ചോദിച്ചതാണ് ഈ സംഭവം, ഈ ചോദ്യം. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആൻസറിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ബുദ്ധിമുട്ടായിരുന്നു ഈ ചോദ്യം. മീൻസ് ഒരു റാൻഡം ആയിട്ട് ചോദിച്ച ഒരു സംഭവമാണ്. അപ്പം പീയൂഷ് ഗോയൽ ആണ് സെപ്റ്റംബർ 2025. അദ്ദേഹമാണ് ഇപ്പോഴും നമ്മുടെ മൈൻഡ് സെക്രട്ടറി എന്ന് പറയുന്നത്. മാറിയിട്ടൊന്നുമില്ല, പീയൂഷ് ഗോയൽ തന്നെയാണ്. 27ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി 28 വിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർ വാസ് ഇൻഡക്റ്റഡ് ഇൻ ടു ദ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിം ഇൻ ജൂൺ 2025 എന്ന് പറഞ്ഞാൽ ആരാണ്? 2025 ജൂണിലെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ആരാണ് ഇതിൽ? വിരാട് കോഹ്ലി ഇപ്പോൾ കളിക്കുന്നുണ്ടല്ലേ, രോഹിത് ശർമ്മയും IPL ഒക്കെ കളിക്കുന്നുണ്ട്. ഓക്കെ, ശിഖർ ധവാൻ, MS ധോണി. പക്ഷേ IPL കളിക്കുന്നുണ്ടല്ലേ, കളി കുറവാണെങ്കിലും IPL ഉണ്ടല്ലേ. ഇതിന് ഉത്തരം MS ധോണിയാണ്. ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിം ജൂൺ 2025 വന്നിരിക്കുന്നത് MS ധോണിയാണെന്ന് ഓർക്കുക. 28ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത 16ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്. അരവിന്ദ് പനാഗരി ഇസ് ദ ചെയർപേഴ്സൺ. കറക്റ്റ് ആണ്, അരവിന്ദ് പനാഗരിയാണ്. നമ്മുടെ നീതി ആയോഗിന്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ ആയിരുന്നു അല്ലേ അരവിന്ദ് പനാഗരി. അദ്ദേഹമാണ് ഇപ്പോഴത്തെ 16ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇതിൽ ഓക്കെ, അടുത്തത് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ആർട്ടിക്കിൾ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കറക്റ്റ് ആണ്, 280 ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. ബോത്ത് 1 and 2 ആണ്, രണ്ടും കറക്റ്റ് ആണ്. അരവിന്ദ് പനാഗരിയാണ് ചെയർപേഴ്സൺ 16ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ. കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആർട്ടിക്കിൾ 280 ആണ്. രണ്ടും കറക്റ്റ് ആണ്. അപ്പം ബോത്ത് 1 and 2 ആണ് ഇതിന്റെ ഉത്തരം. ഇനി വിച്ച് ഏൻഷ്യന്റ് പോർട്ട് സിറ്റി ഇൻ കേരള നോൺ ഫോർ ദിസ് എക്സ്റ്റൻസീവ് മാരിടൈം ട്രേഡ് വിത്ത് റോമൻ ആൻഡ് ഗ്രീക്ക് സിവിലൈസേഷൻ ഈസ് എ ഫോക്കസ് ഓഫ് എ മേജർ ഓൺഗോയിങ് ഹെറിറ്റേജ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഏതാണ്? കേരളത്തിലെയാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ തവണത്തെ ഫസ്റ്റ് ഫേസിനും ചോദിച്ചായിരുന്നു. മുസിരീസ് ആണ് അല്ലേ, മുസ്ലിംസ് ആണ്. കഴിഞ്ഞ ഉടനെ ചോദിച്ചാണ്. അപ്പം 30ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഹു ഹാസ് ഓൺ ദ സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ഫിലിം സോങ് റൈറ്റിംഗ് ദ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ വട്ടം സോങ് റൈറ്റിംഗ് ലിറിക്സ് റൈറ്റ് ചെയ്തതിന് കിട്ടിയിരിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ONV കുറുപ്പിനാണ്. 14 വട്ടമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ഒറ്റപ്ലാക്കൽ നമ്പിടിക്കൽ വേലുക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ONV കുറുപ്പിനാണ്. 14 വട്ടമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നതെന്ന് ഓർക്കുക. ബഹുദൂരം മുമ്പിലാണ് ബാക്കിയുള്ളവരെക്കാളും. അപ്പം സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ഫിലിം സോങ് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ തവണ കിട്ടിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ONV കുറുപ്പാണെന്ന് ഓർക്കുക അല്ലെ. ഈ ONV കുറുപ്പായിരുന്നു 2015 35ാമത്തെ നാഷണൽ ഗെയിംസ് കേരളത്തിൽ നടന്നായിരുന്നു അല്ലേ. അതിന്റെയും പാട്ടൊക്കെ എഴുതിയത് ONV കുറുപ്പായിരുന്നു അല്ലേ. ഓക്കെ, അതുപോലെ ONV കുറുപ്പിന് എന്നായിരുന്നു ജ്ഞാനപീഠം കിട്ടിയത്? 2007 അല്ലേ. 2007 5ാമത്തെ മലയാളിയായിരുന്നു. പിന്നെ 2019 അക്കിത്തത്തിന് കിട്ടിയല്ലേ. ഓക്കെ, അപ്പം ONV കുറുപ്പാണ് 31ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് ഓർക്കുക. ഇനി 32ാമത്തെ ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. ഹൂ ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ബക്രാനങ്ങൾ ഡാം വിച്ച് വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് 5-year പ്ലാനിൽ തുടങ്ങിയതാണ്? ഇത് ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. കുൻവർസൻ ഗുപ്തയാണ് ഇതിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് പറയുന്നത്. ശരിക്കും ഈ ബക്രാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബക്ര, അത് സത്ലജ് റിവറിന്റെയാണ്. സത്ലജ് റിവറിലാണ് ഇത് പണിയുന്നത്. അതായത് ബക്ര എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലും നങ്കൽ എന്ന് പറയുന്നത് പഞ്ചാബിലുമാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. ആർക്കിടെക്ട് ഓഫ് ബക്രാനങ്ങൾ ഡാം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത് ഇൻ ബാസ്കറ്റ് ബോൾ ഷൂട്ടിംഗ് ഈസ് റിക്വയർഡ് ടു സ്കോർ ഗോൾസ്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കില്ലാണല്ലേ, അതൊരു സ്കില്ല് തന്നെയാണ്. അപ്പം
ഓപ്ഷൻ 33ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത് ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ടെന്നീസ്? ടെന്നീസിൽ ആകെ ഒരു മെഡലേ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളൂ. അത് 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ് USA നടന്നപ്പോഴാണ്. അത് ലിയാൻഡർ പേയ്സിനാണ് കിട്ടിയതെന്ന് ഓർക്കുക. ഓപ്ഷൻ എ ആണ്, ലിയാൻഡർ പേഴ്സൺ ആണ്. അപ്പോൾ അത് 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ്, അദ്ദേഹത്തിന് USA നടന്ന ഒളിമ്പിക്സിലാണ് കിട്ടുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ എന്ന് പറഞ്ഞാൽ. ഇന്ത്യക്ക് മൊത്തം 10 ഗോൾഡ് ആണല്ലേ കിട്ടിയേക്കുന്നത്. ഇതിനകത്ത് കിട്ടിയത് ബ്രോൺസ് ആയിരുന്നു അന്ന് കിട്ടിയത് 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ലിയാൻഡർ പേയ്സിന്. ഓക്കെ, അടുത്ത് കേരള സ്പോർട്സ് ഡേ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതെന്താണ്? ഒക്ടോബർ 13 ഓപ്ഷൻ എ ആണ്. ഗോതവർമ്മ രാജ അല്ലേ, GB രാജ, കേരള സ്പോർട്സിന്റെ ശരിക്കും അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഗോതവർമ്മ രാജയുടെ ജന്മദിനമാണ് നമ്മൾ ഒക്ടോബർ 13 അപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം തന്നെയാണ് കേരള ടൂറിസത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. അതുപോലെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഉണ്ട്, 1954 ഫൗണ്ട് ചെയ്തതാണ്. അത് 54 തൊട്ട് അദ്ദേഹം മരിക്കുന്നിടം വരെ 71 വരെ ഇദ്ദേഹം തന്നെയായിരുന്നു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 13 നമ്മൾ കേരളത്തിൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിൽ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. അതാണ് നമ്മൾ ഇന്ത്യയിൽ സ്പോർട്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഹിസ്റ്റോറിക്കൽ നോവൽസ് ഓഫ് CV രാമൻ പിള്ളൈ? CV രാമൻ പിള്ളേനെ പറ്റിയാണ് പറയുന്നത്. കാനാൻകര വേലായുധൻ രാമൻ പിള്ളേനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ധർമ്മരാജ ആൻഡ് രാമരാജ ബഹദൂർ ആർ ഹിസ്റ്റോറിക്കൽ നോവൽസ് ഫീച്ചറിംഗ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആസ് ദ റെയിനിങ് കിങ് ഓഫ് ട്രാവൻകൂർ. കറക്റ്റ് ആണ്. കാരണം ധർമ്മരാജ എന്ന് പറയുന്നത് കിഴവൻ രാജ എന്നൊക്കെ പറയുന്ന ആരെയാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മേനെയാണല്ലേ. അത് കറക്റ്റ് ആണ്. അടുത്ത നോവൽ രാമരാജ ബഹദൂർ പ്രൈമർലി ഡിപ്പിക്ട്സ് ദ ഇന്റേണൽ കോൺസ്പിറസി ഓഫ് ദ ഡിസെൻസ് ഓഫ് എറ്റുവിറ്റൽ പിള്ളമാർ അഗൈൻസ്റ്റ് ദ കിങ്. കറക്റ്റ് ആണ്. അടുത്ത രാജ കേശവദാസ് ഇസ് സെൻട്രൽ ക്യാരക്ടർ ഇൻ ബോത്ത് ധർമ്മരാജ ആൻഡ് ഇറ്റ്സ് ഈക്വൽ രാമരാജ ബഹദൂറും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും 36 കറക്റ്റ് ആണ്. ഓക്കെ, 36ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി 37ാമത്തെ ചോദ്യമാണ്. ജോർജ് വർഗീസ് ഈസ് വൺ ഹൂ റൈറ്റ്സ് അണ്ടർ ദ പെൻ നെയിം കാക്കനാടൻ. കാക്കനാടൻ ജോർജ് വർഗീസ്. കാക്കനാടൻ എന്ന് പറയുന്നത് ജോർജ് വർഗീസ് എന്ന വ്യക്തിയുടെ തൂലിക നാമമാണ്. അതുപോലെ P കുഞ്ഞനന്ദൻ നായർ പെൻ നെയിം ഇസ് തിക്കോടിയൻ. കറക്റ്റ് ആണ്. 1, 2 കറക്റ്റ് ആണ്. EJ ഫിലിപ്പ് ഈസ് കോവിലൻ. തെറ്റാണ്. EJ ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ കാനം എന്ന വ്യക്തിയുടെയാണ്. കാനം EJ അദ്ദേഹത്തിന്റെയാണ് EJ ഫിലിപ്പ് എന്ന് പറയുന്നത്. കോവിലൻ എന്ന് പറഞ്ഞാൽ കണ്ടനശ്ശേരി വട്ടപ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്ന് പറയും. VV അയ്യപ്പന്റെ തൂലിക നാമമാണ് കോവിലൻ. അപ്പോൾ ഇതിൽ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് A ആണ്. 1ഉം 2ഉം ആണ് ഇതിൽ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് 37ന്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓപ്ഷൻ എ ആണ് 37ന്റെ ഉത്തരം. അടുത്ത് ഹൂ ഈസ് ദ സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് ഫസ്റ്റ് മലയാളം സൗണ്ട് ഫിലിം? ഫസ്റ്റ് മലയാള ഫിലിം ഏതാ? വിഗതകുമാരനാണല്ലോ. 1928 JC ഡാനിയൽ ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തൊക്കെ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിന്റെ ബേസിൽ വന്നതാണ്. ഇനി സൗണ്ട് ഫിലിം ഏതാന്ന് ചോദിച്ചാൽ ഏതായിരുന്നു? ബാലനാണല്ലേ, 1938 ഇറങ്ങിയതാണ്. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മുതുകുളം രാഘവൻ പിള്ളയാണ്. ഓപ്ഷൻ എ ആണ് മുതുകുളം മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് മുതുകുളം രാഘവൻ പിള്ളയാണെന്ന് ഓർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 38 നമ്മൾ പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കേവ് ടെമ്പിൾ? കേവ് ടെമ്പിൾ ഇതിൽ ഏതൊക്കെ? കല്ലിൽ ടെമ്പിൾ ആണ്. എറണാകുളത്തുള്ള കല്ലിൽ ടെമ്പിൾ ആണ്. അതായത് ജെയിൻ ടെമ്പിൾ ആണല്ലേ, ജെയിൻ ടെമ്പിൾ ആണ്. അപ്പോൾ കല്ലിൽ ടെമ്പിൾ ആണ് 39ന്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓപ്ഷൻ സി ആണ് കല്ലിൽ ടെമ്പിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കേവ് ടെമ്പിൾ? കല്ലിൽ ടെമ്പിൾ ആണെന്ന് ഓർക്കുക. ഓക്കെ, കല്ലിൽ ടെമ്പിൾ ആണ്, എറണാകുളത്താണെന്നും കൂടി ഓർക്കുക. ഓക്കെ, ഹൂ ഈസ് ദ ഫസ്റ്റ് ദളിത് മലയാളി വുമൺ ടു ഗെറ്റ് എ ഡിഗ്രി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ആരാണ്? ദാക്ഷായണി വേലായുധനാണല്ലേ. ദാക്ഷായണി വേലായുധനാണ്. അദ്ദേഹം നമ്മുടെ കോൺഗ്രസ് അസംബ്ലി ശരിക്കും 15 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 വനിതകൾ കേരളത്തിൽ നിന്നായിരുന്നു. അതിലൊരു വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. അപ്പം ഫസ്റ്റ് ദളിത് മലയാളി വുമൺ ടു ഗെറ്റ് ഡിഗ്രി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ദാക്ഷായണി വേലായുധനാണ്. ഓപ്ഷൻ എ ആണെന്ന് ഓർക്കുക. അടുത്ത 41ാമത്തെ ചോദ്യമാണ്. ഡി റാം അല്ലേ, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. മറ്റേത് SRAM എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. 41ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. DRAM എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയാണ്. SRAM കാഷെ മെമ്മറിയാണ്. അതുപോലെ ബയോസ് എന്ന് പറയുന്നത് സ്റ്റോർഡ് പെർമനന്റ് ഇൻ റോം ആണ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് CPUs വർക്കിംഗ് മെമ്മറിയാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് 41ന്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, which network device is used to connect network that follow different communication protocol എന്ന് പറയുന്നത് ഗേറ്റ്വേ ആണ്. ഓപ്ഷൻ ഡി ആണ്, ഗേറ്റ്വേ ആണ്. അടുത്ത് എ സൈബർ ക്രിമിനൽ ക്രിയേറ്റ്സ് എ ഫേക്ക് വെബ്സൈറ്റ് റിസംബ്ലിംഗ് എ ബാങ്ക് സ്പോട്ട് ടു കളക്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ്. ദിസ് ആക്ടിവിറ്റി ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് എന്താണ്? ഫിഷിംഗ് ആണ്. ഓപ്ഷൻ സി ആണെന്ന് ഓർക്കുക. ഫിഷിംഗ് ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത് മൾട്ടി ടാസ്കിംഗ് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് മെയിൻലി അച്ചീവ്ഡ് ത്രൂ എന്താണ്? ഓപ്ഷൻ ബി ആണ്, പ്രോസസ് ഷെഡ്യൂളിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ്. മൾട്ടി ടാസ്കിങ്ങിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഓപ്ഷൻ ബി ആണെന്ന് ഓർക്കുക. അടുത്തത് നല്ലൊരു ചോദ്യമാണ്. ഇതിൽ PSC എന്തായിരിക്കും ഉത്തരം ഇടുന്നതെന്ന് ഒരു സംശയമുണ്ട്. കാരണം ഇതിലെല്ലാവരും
ഓപ്ഷൻ ഡി കൊടുക്കാനാണ് ചാൻസ് അല്ലേ, ഓൾ ഓഫ് ദ എബോ കൊടുക്കാനാണ് ചാൻസ്. പക്ഷേ ഇവിടെ ഇമേജിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലാരിറ്റി ഓഫ് ആൻ ഇമേജ് ഓൺ എ കമ്പ്യൂട്ടർ മോണിറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു മൂവിംഗ് പിക്ചർ അല്ല, മോഷൻ പിക്ചർ അല്ല ചോദിച്ചിരിക്കുന്നത്. ഒരു മോഷൻ പിക്ചർ ആയിരുന്നു ചോദിച്ചതെങ്കിൽ ഓപ്ഷൻ ഡി വരുമായിരുന്നു, റീഫ്രഷ് റേറ്റും കൂടെ വരുമായിരുന്നു. ഇവിടെ മൂവിംഗ് പിക്ചർ അല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ എ വരാനാണ് ചാൻസ് കൂടുതൽ. ഓപ്ഷൻ എ ആണ്. ഇനി PSC ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഓപ്ഷൻ എ ആണ്. മൂവിംഗ് പിക്ചർ അല്ലാത്തത് കൊണ്ട്, ഇമേജ് ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ്. സ്ക്രീൻ റെസൊല്യൂഷനും ഡോട്ട് പിച്ചും ആണ് വരുന്നത്. ഈ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഒരു മൂവിംഗ് പിക്ചർ ആണെങ്കിലാണ് റീഫ്രഷ് റേറ്റിന്റെ അകത്ത് കാര്യമായിട്ടുള്ള സംഭവങ്ങൾ വരത്തുള്ളൂ. ഇതിൽ ഇമേജ് എന്ന് പറഞ്ഞതുകൊണ്ട് ഓപ്ഷൻ എ ആണ് വരാൻ ചാൻസ് ഉള്ളത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഓപ്ഷൻ ഡിയിലായിരിക്കാം കുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം, PSCയുടെ കീ നോക്കാം. ഓക്കെ, അപ്പം 45ാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി 46ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സപ്പോർട്ട്സ് ദ ഐഡിയ ദാറ്റ് സയൻസ് ഈസ് എ ഡൈനാമിക് പ്രോസസ് എന്നാണ് ചോദിച്ചത്. ഡൈനാമിക് എന്ന വാക്ക് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് തന്നെ അറിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. സയന്റിഫിക് ലോസ് ആർ പെർമനന്റ്. അതിൽ തന്നെ ആ ഓപ്ഷൻ വായിച്ചാൽ തന്നെ ഇതിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പെർമനന്റ് ആണ്, അങ്ങനെയൊന്നും വരത്തില്ല. സയന്റിഫിക് തിയറീസ് നെവർ ചേഞ്ച്, അതൊക്കെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലേ. പിന്നെ സയൻസ് ഈസ് ബേസ്ഡ് ഓൺ ബിലീഫ്, അതൊന്നും പറ്റില്ല. ന്യൂ ഡിസ്കവറീസ് ക്യാൻ മോഡിഫൈ എക്സിസ്റ്റിംഗ് എക്സ്പ്ലനേഷൻ, അത് ഡൈനാമിക് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണെന്ന് ഓർക്കുക. ന്യൂ ഡിസ്കവറീസ് ക്യാൻ മോഡിഫൈ എക്സിസ്റ്റിംഗ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി 47ാമത്തെ ചോദ്യമാണ് നമ്മൾ പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ദ നാഷണൽ STA ഒബ്സർവേറ്ററി പ്രപ്പോസ്ഡ് അണ്ടർ STIP 2020? അതിനെപ്പറ്റിയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ആക്ട് ആസ് എ സെൻട്രൽ റിപ്പോസിറ്ററി ഓഫ് STA റിലേറ്റഡ് ഡേറ്റ. ആകാം, അത് നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ആകാം. ഇതൊരു നാഷണൽ STA ഒബ്സർവേറ്ററിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആകാം, അങ്ങനെ നമുക്ക് വിശദിക്കാം. ഇറ്റ് വിൽ സപ്പോർട്ട് എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ്, അതിലും വലിയ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് കറക്റ്റാണ്. ഇനി മൂന്നാമത്തെ നോക്കി, ഇറ്റ് വിൽ ഫംഗ്ഷൻ ആസ് ഫണ്ടിങ് ഏജൻസി ഫോർ സയന്റിഫിക് റിസർച്ച്. അല്ല, ഫണ്ടിങ് ഒന്നും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ കുറച്ച് കോമൺ സെൻസ് അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ കിട്ടും. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം 47ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് ഓർക്കുക. 47ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി 48ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്? റിലേറ്റഡ് ടു റിസോഴ്സ് ഡെഫിസിറ്റ് ഇൻ ഇന്ത്യ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഈസ് വാട്ടർ റിച്ച് ബട്ട് വാട്ടർ സെക്യൂർ, അത് കറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. മലയാളത്തിൽ അത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ നോക്കിയായിരുന്നു. അൺഈവൻ സ്പേഷ്യൽ ആൻഡ് സീസണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ കോൺട്രിബ്യൂട്ട്സ് വാട്ടർ സ്കാർസിറ്റി, കറക്റ്റ് ആണ്. ഓവർ എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഹാസ് വേഴ്സൺഡ് ഇന്ത്യസ് വാട്ടർ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓൾ ഓഫ് ദി എബോവ് വരും. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 48 ഓൾ ഓഫ് ദി എബോവ് ആണ്, എല്ലാം വരും. ഓക്കെ, ഇനി ഇന്ത്യയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എയിംസ് ടു, എന്താണ് എയിം ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പ്രൊമോട്ട് ബ്ലൂ ഹൈഡ്രജൻ ആണോ? അല്ല, ഇവിടെ ഡെവലപ്പ് ഇന്ത്യ ആസ് എ ഗ്ലോബൽ ഹബ് ഫോർ ഗ്രീൻ ഹൈഡ്രജൻ ആണ്. അത് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ തന്നെ കിട്ടും. കോൾ ബേസ്ഡ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണല്ലേ. നമ്മൾ ശരിക്കും മീൻസ് നമ്മുടെ പൊല്യൂഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ ഡെവലപ്പ് ഇന്ത്യ ആസ് എ ഗ്ലോബൽ ഹബ് ഫോർ ഗ്രീൻ ഹൈഡ്രജൻ ആണ്. 49 C ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി 50ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ് അബൌട്ട് പ്രൈമറി ഹെൽത്ത് കെയറിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൈമറി ഹെൽത്ത് കെയറിനെ പറ്റി. പബ്ലിക് ഹെൽത്ത് കെയർ പ്രൊമോട്ട്സ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെൽത്ത് സർവീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റാണ്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെൽത്ത് സർവീസസ് കറക്റ്റാണ്. പബ്ലിക് ഹെൽത്ത് ഡിപ്പെൻഡ്സ് ഓൺ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ കെയർ, ഒരിക്കലും അല്ല. പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലൈസ്ഡ് അല്ല, അത് ബേസിക് സംഭവങ്ങളാണ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വരത്തില്ല, അത് സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറിയിലാണ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ കെയർ ഒക്കെ വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഈസ് എ കീ പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ഹെൽത്ത് കെയർ, കറക്റ്റാണ്. അപ്പോൾ ഇതിൽ 1ഉം 3ഉം ആണ് ഓപ്ഷൻ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 50ന്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഈ 50 ചോദ്യങ്ങളിൽ പറഞ്ഞതിൽ 2 ചോദ്യമാണ് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞത്. അത് കറക്റ്റ് തന്നെയാണ്. ബാക്കി എല്ലാ ചോദ്യം നമ്മൾ റിസർച്ച് ചെയ്ത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഏകദേശം എല്ലാം ഉറപ്പാണെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ, നമുക്കപ്പം നിങ്ങൾ ഫൈനൽ കീയിലേക്ക് നോക്കുക. നമ്മൾ മാക്സിമം ഇതിൻ്റെ ആൻസർ കീ, ബാക്കി ഇല്ലാത്തതിൻ്റെ ആൻസർ കീ നമ്മൾ നമ്മുടെ പേജിൽ, നമ്മുടെ സ്കോർ അക്കാഡമിയുടെ പേജ് ഉണ്ട്, ടെലിഗ്രാം പേജ് ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ അന്ന് തന്നെ പബ്ലിഷ് ചെയ്തായിരുന്നു. ഇതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ സ്കോർ അക്കാഡമിയുടെ സ്കോർ PSCയുടെ പേജിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പേജിലേക്ക് നോക്കുക. ആ പേജിൽ കയറി നോക്കി വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് ആൻസർ കീ നമ്മൾ ഇടുന്നതായിരിക്കും. ഇന്ന് തന്നെ ഇടും, ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ PSCയുടെ ആൻസർ കീ വന്നെങ്കിൽ പോലും നിങ്ങൾ ഈ കീ നോക്കാൻ ശ്രമിക്കുക. കാരണം അതിൽ കുറേയധികം എറർ കാണും. കഴിഞ്ഞ തവണത്തെ ഫസ്റ്റ് ഫേസിലും ഉണ്ടായിരുന്നു, എറർ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനാണെങ്കിലും ഇപ്പം പ്രൊവിഷണൽ കീ വന്നു കഴിഞ്ഞാൽ 5 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട് ചലഞ്ച് ചെയ്യാൻ, അതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മളൊരു വീഡിയോ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്യും. അതുപോലെ എക്സാം പൊതുവേ കുഴപ്പം എങ്ങനെയുണ്ടായിരുന്നു, ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പം 3 ഫേസും കൂടെ കഴിഞ്ഞാലേ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ എത്രമാത്രം
എക്സാം ടഫായിരുന്നു എന്നൊക്കെ. അപ്പം 3 ഫേസും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫേസിനെ അനലൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പല പോസ്റ്റുകളുണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയ കുറേ പോസ്റ്റുകളുണ്ട്. അതിൽ കട്ട് ഓഫ് ഞാൻ പറഞ്ഞു കമ്പനി ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ 75,000 എന്തായാലും ആൾക്കാരെ എടുക്കും അടുത്ത ഫേസിലേക്ക്, മെയിൻസിലേക്ക് എടുക്കും. കാരണം അത്രയ്ക്ക് വേക്കൻസി ഉണ്ട്, 3000+ വേക്കൻസി ഉള്ളതാണ്. എന്തായാലും അതെടുക്കും. ബാക്കിയുള്ള ഇപ്പം നാഷണൽ സേവിങ്സ് പോലെ, അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് പോലത്തെ ഗസറ്റഡ് പോസ്റ്റുകളിലേക്കായിരിക്കും ആൾക്കാരെ ചിലപ്പോൾ എടുക്കുന്നത്, പിക്ക് ചെയ്യുന്നത് കുറവായിരിക്കും. ഇതുപോലെ കമ്പനി ബോർഡ് എടുക്കുന്ന പോലെ എടുക്കാൻ ചാൻസ് ഇല്ല. എങ്കിലും OMR എക്സാം ആയതുകൊണ്ട് എല്ലാം OMR ആണ് മെയിൻ എന്നതുകൊണ്ട് മാക്സിമം ആൾക്കാരെ തന്നെ എടുക്കേണ്ടതാണ്. കാരണം PSC ഇങ്ങനെ പല ഫേസ് ആയിട്ട് നടത്തുമ്പോൾ പല ഫേസിലും ഡിഫിക്കൽട്ടി ലെവൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ PSC മാക്സിമം ആൾക്കാരെ എടുത്താണ് കാണുന്നത്. അത് തന്നെ ഇനിയും ഫോളോ ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആൻസറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പേജ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. സ്കോർ PSCയുടെ പേജ് നിങ്ങൾ കയറുക, അതിൽ ആൻസർ കീ നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ അതിൽ കൂടുതൽ അപ്ഡേറ്റ്സും ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും സ്കോർ PSCയുടെ, അതുപോലെ ടെലിഗ്രാമിലെ പേജും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നമ്മൾ ഗ്യാരണ്ടി തരുന്നു. ഓക്കെ, ആൻസർ കീയിലും കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ മാക്സിമം റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത ലെവലിലേക്ക് മീൻസ് അടുത്ത ലെവലിൽ തേർഡ് ഫേസ് ഉള്ളവർക്ക് ബെസ്റ്റ് വിഷസും പറയുന്നു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ഈ ഫസ്റ്റ് ഫേസിലെയും സെക്കൻഡ് ഫേസിലെയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അനലൈസ് ചെയ്യുക. കാരണം ഈ ഫസ്റ്റ് ഫേസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ ആണെങ്കിലും പ്രിന്റിംഗ് പ്രസ് ആണെങ്കിലും കുറേയേറെ കാര്യങ്ങൾ മീൻസ് മഹൽനോബിസ് പ്ലാനിനെ പറ്റി ആണെങ്കിലും എല്ലാം അതേപടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഏരിയാസ് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തതിന് കുറച്ച് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. പിന്നെ സാധാരണ നോർമലി തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിൽ ഫാക്ച്വലാക്കി കളയാറുണ്ട്. അതായത് നോർമലി സാധാരണ ഫേസുകളിൽ മൂന്നാമത്തെ ഫേസ് എളുപ്പമാക്കി കളയും. പക്ഷേ എളുപ്പമാക്കുന്നത് മീൻസ് ആർക്കാണ് ഗുണം എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ഇൻടേക്ക് പ്രിലിംസ് കഴിയുമ്പോൾ മെയിൻസിലേക്ക് എടുക്കും. ഇങ്ങനെ ഈ ഫേസുകളുടെ ക്വസ്റ്റ്യനിലെ സ്റ്റാൻഡേർഡിലുള്ള വ്യത്യാസം കാരണം മാക്സിമം ഇൻടേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. ബുദ്ധിമുട്ടാണെങ്കിലും എളുപ്പമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഏതായാലും പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ ആൻസർ കീ ഇപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.